അടുത്ത വർക്ക് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദി അപ്പീൽ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ബൈ ഗെവിൻ ഹോൾമാൻ ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദിയർ ഏപ്രിൽ 1981. ഈ ആർട്ടിക്കിൾ ഡിറ്റക്റ്റീവ് ഫിക്ഷനെ കുറിച്ചിട്ടാണ്. അതായത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എത്രമാത്രം അപ്പീലിംഗ് ആണ്, അതായത് എത്രമാത്രം ആളുകളിലോട്ട് അത് എത്തിച്ചേരുന്നു, എന്താണ് അതിൻ്റെ അപ്പീലിനുള്ള ആ ഒരു റീസൺ എന്ന് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് നമ്മുടെ ഗെവിൻ ഹോൾമാൻ പറയുന്നത് ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് പറയുന്നത് അതിൻ്റെ അതായത് ഒരുപാട് വേരിയസ് ഫോംസ് ഉണ്ട് ഡിറ്റക്റ്റീവ് സ്റ്റോറി. പക്ഷേ എന്നാലും കണ്ടംപററി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മേജർ ഫീൽഡ് തന്നെയാണ്, അതായത് ഒരു മേജർ ജോണർ തന്നെയാണ്. സോ പോപ്പുലർ ഫിക്ഷൻ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ പോപ്പുലർ ഫിക്ഷൻ ആണ്. കാരണം പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരുപാട് ആളുകൾ വായിക്കുന്നതാണ് നമ്മൾ അതിനെ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് തന്നെ പറയുന്നത്. ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ത്രില്ലർ ഫിക്ഷന്റെ ഒരു ജോണറായിട്ട് അല്ലെങ്കിൽ ഒരു സബ് ജോണറായിട്ട് വരുന്നതാണ്. ഓക്കെ, അതായത് ത്രില്ലർ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ സ്പൈ വർക്ക്, സ്പൈയുടെ ഒക്കെ ഓരോ അതായത് സ്പൈ ആയിട്ടൊക്കെ നമ്മൾ ജെയിംസ് ബോണ്ട് പോലൊക്കെ ഉള്ളത്, അത് പിന്നെ ഈ സ്പൈ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ അല്ലെങ്കിൽ ത്രില്ലർ ഫിക്ഷനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡിറ്റക്റ്റീവ് ആണ് മെയിനായിട്ട്. അദ്ദേഹം എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ മിസ്റ്ററീസ് അല്ലെങ്കിൽ നമ്മുടെ ഷെർലക് ഹോംസ് പോലുള്ള സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ അദ്ദേഹം മിസ്റ്ററീസ് എല്ലാം സോൾവ് ചെയ്ത് ബ്രില്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നു ലാസ്റ്റ്. ഇതാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. എന്തുകൊണ്ടാണ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ഇത്രയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്, അതെങ്ങനെയാണ് പോപ്പുലർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ പോപ്പുലർ ഫിക്ഷന്റെ കീഴിൽ വന്നത്? ഓക്കെ, അപ്പോൾ ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രൈമറി ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ഡിസ്കവറി കാണും അല്ലേ, എന്തെങ്കിലും ഒരു ക്രൈം നടക്കും അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കും, അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കവറി, റാഷണൽ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ് നമ്മൾ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഒരു പസിലിംഗ് പ്രോബ്ലം കാണും അല്ലെങ്കിൽ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. അപ്പോൾ ഈ മിസ്റ്ററി അല്ലെങ്കിൽ ക്രൈം സ്റ്റോറീസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറി ആയിട്ട് അതിനും കുറച്ച് ലിങ്ക് ഉണ്ട്. പക്ഷേ നമ്മൾ മിസ്റ്ററി ആണെങ്കിലും ക്രൈം സ്റ്റോറീസിൽ നമ്മൾ വേറെ ജോണറായിട്ടാണ് പറയുന്നതെങ്കിലും ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൽ നമ്മൾ മിസ്റ്ററിയും ക്രൈമും എല്ലാം നടക്കുന്നുമുണ്ട്. ഓക്കെ, ക്രൈം സ്റ്റോറീസ് എന്ന് വെച്ചാൽ എന്താ, ക്രിമിനൽസിന്റെ ടെയിൽസ് അല്ലെങ്കിൽ അവർ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈംസിനെ കുറിച്ചാണ്. ഇപ്പോൾ പ്ലോട്ട് എന്ന് പറയുന്ന ആ ക്രൈം ഇറ്റ്സെൽഫ് ആയിരിക്കും, പിന്നെ അതെങ്ങനെ ആ ക്രൈമിലോട്ട് വന്നെന്നുള്ള ഇവന്റ്സ്, പിന്നെ അതിനുശേഷമുള്ള അതിന്റെ കോസും ഇഫക്റ്റും ഒക്കെ ആയിരിക്കും ക്രൈം സ്റ്റോറീസിനകത്ത് പറയുന്നത്. അപ്പോൾ ആ റീഡേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അത് വായിച്ചു നോക്കുമ്പോൾ എന്താണ്, ആ ക്രിമിനലിന്റെ വേൾഡിലോട്ട് ഒരു എസ്കേപ്പ് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടായിരിക്കും അത് കാണിക്കുന്നത്. അല്ലെങ്കിൽ റിയൽ ക്രിമിനൽസിനെയൊക്കെ, അതായത് നാച്ചുറൽ എനിമീസ് അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിനെ കുറിച്ച്, ക്രിമിനൽസിന്റെ ലൈഫ് സ്റ്റോറി, ഇതൊക്കെയാണ് പറയുന്നത്. മിസ്റ്ററി സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്റ്റോറിയുടെ മെയിൻ കോർ എന്ന് പറയുന്ന സം മിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അത് സോൾവ് ആയി കാണത്തില്ല, ചിലപ്പോൾ അത് സോൾവ് ആവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും, അതിലൊരു ഇൻവെസ്റ്റിഗേറ്റർ കാണും, ചിലപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റർ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ സൊല്യൂഷനോ കണ്ടുപിടിക്കാതെയാവും. അപ്പോൾ ഈ മിസ്റ്ററി സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ്, പ്യൂർലി എസ്കേപ്പിസ്റ്റ് സ്റ്റോറീസ് ആണ്, അതായത് അൺഇമാജിനബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഇതാണ്. ഭയങ്കര ഗ്രാൻഡ് ക്ലൈമാക്സ് ആയിരിക്കും ഉള്ളത്. അങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സിൽ എന്തായിരിക്കും, ട്രൂത്ത് ഡിസ്ക്ലോസ്ഡ് ആവുന്നതാണ് മിസ്റ്ററി സ്റ്റോറീസിനകത്ത് വരുന്നത്. ഹൗവർ വിത്ത് ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനകത്ത് എന്താണ്, ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക, ആ മിസ്റ്ററി സോൾവ് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കത്തില്ല, കുറേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇന്റലക്ച്വൽ എലിമെന്റ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനകത്ത് വരുന്നത്. മിസ്റ്ററി ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തിരിക്കുക, ഒരു ക്രൈമോ ഇവന്റോ ചിലപ്പം നടക്കും. ആ ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് എന്തെന്ന് പറയുന്നത്, ഈ ത്രെഡ് എല്ലാം കൂടെ കണ്ടുപിടിച്ച് അവസാനം എന്ത് ചെയ്യുന്നത്, ഈ മിസ്റ്ററി സോൾവ് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഈ ക്രൈം പ്രൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം ഓതർ എന്ത് ചെയ്യും, റീഡേഴ്സിനെ ചലഞ്ച് ചെയ്യും. അതായത് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തന്നെ എന്താണ് ഇത്, നമ്മൾ തന്നെ ഓരോ കൺക്ലൂഷനിലെത്തും, ഇയാളായിരിക്കും കൊന്നത്, ഇയാളാണോ ചെയ്തത് എന്നുള്ള ഓരോ സൊല്യൂഷനിലെത്തും. അപ്പം നമ്മളെ തന്നെ ശരിക്കും പറഞ്ഞാൽ വട്ടം ചുറ്റിക്കുന്ന ടൈപ്പ് ഓഫ് എഴുത്തായിരിക്കും ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൻ്റെ ഇത്. ദെൻ അപ്പം ഓഥർ, അതായത് റീഡേഴ്സിനെ എന്ത് ചെയ്യും, ഓഥർ ചലഞ്ച് ചെയ്യും. ആൻഡ് ലോജിക്ക് റീസൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവന്റ്സിലെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. ആൻഡ് ഡിറ്റക്റ്റീവ് വരുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ അടുത്തൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ പോലെ അതിനകത്ത് കാണും. അപ്പോൾ ഇഫ് ദ റീഡർ ഫെയിൽ ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഓഥർ അവിടെ ജയിക്കുന്നത് അല്ലേ. അതായത് റീഡറിന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ റീഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അവസാനം റീഡറിനെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണെങ്കിൽ അവിടെയാണ് ഡിറ്റക്റ്റീവ് സ്റ്റോറി വിജയിക്കുന്നത്. അങ്ങനെയാണ് ഇതിനൊരു ഓഡിയൻസ് അല്ലെങ്കിൽ റീഡർഷിപ്പ് കൂടുന്നത്. അപ്പോൾ ഒരു ജനറൽ ത്രില്ലർ സ്റ്റോറി. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഒരു ജനറൽ ആയിട്ട് ഒരു ത്രില്ലർ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, അഡ്വഞ്ചറസ് ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് നമ്മൾ ത്രില്ലർ ഫിക്ഷൻ എന്ന് പറയുന്നത്. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കാണും, ഇവഞ്ച്വലി എന്തോ കുറേ കൺഫ്യൂഷൻസ് കാണും, അവസാനം ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവഞ്ച്വലി അത് റിസോൾവ് ആവും. അത് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും അവസാനം അതെന്താവും, നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റും. ക്രൈം അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്നത് എന്താണ്, അതൊരു കൈൻഡ് ഓഫ് എന്താണ്,
ആ അതിനകത്ത് നടക്കുന്ന ക്രൈം അല്ലെങ്കിൽ ഡിറ്റക്ഷൻ, ആ ഒരു ക്രൈം കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ത്രില്ലർ ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു സെക്കൻഡറി ആയിട്ടുള്ളൊരു പ്ലോട്ടായിട്ടേ വരത്തുള്ളൂ. ഓക്കെ, ദെൻ ഇനി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ത്രില്ലർ ഫിക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ദി ലാസ്റ്റ് 30 years നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അതായത് ഹീറോയെ ഒരു പാവ പോലെ ഇങ്ങനെ വെച്ചിട്ട്, പാവക്കൂത്ത് കാണിക്കുന്നവർക്ക് പോണായിട്ട് അല്ലെങ്കിൽ പപ്പറ്റിനെ പോലെ വെച്ചിട്ട് രണ്ട് സൂപ്പർ പവേഴ്സ് അല്ലെങ്കിൽ വേറെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇയാളെ മനഃപൂർവ്വം കുരുക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ മിക്കവാറും കാണുന്നത്. ദെൻ അപ്പോൾ ഡിറ്റക്റ്റീവ് സ്റ്റോറിയെ ബാക്കി എല്ലാ ജോണറിൽ നിന്നും നമ്മളിപ്പോൾ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതായത് ത്രില്ലറും ഹൊററും, ക്രൈമും മിസ്റ്ററി നോവലും ത്രില്ലറും തമ്മിലുള്ള ഡിഫറൻസും ഡിറ്റക്റ്റീവ് സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി എലിമെന്റ്സ് ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്താണ്, ബേസിക് എലിമെന്റ്സ് എന്താണ്? ഒരു ക്രൈം അല്ലെങ്കിൽ ഇവന്റ് ആയിരിക്കും ആ ഒരു മിസ്റ്ററിയുടെ, ആ ഒരു സ്റ്റോറിയുടെ ബേസിസ് എന്ന് പറയുന്നത്. ക്രൈം എന്ന് വെച്ചാൽ മിക്കവാറും മേർഡർ ആയിരിക്കും, എക്സ്ട്രീം, അതായത് പിന്നെ എന്താ പറയുക, വെൽത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും കൊല്ലുന്നത്. ഓക്കെ, പക്ഷേ അത് എക്സ്ക്ലൂസീവ്ലി മർഡർ തന്നെ ആവണം എന്നില്ല. പിന്നെ അടുത്ത എന്താണ്, തെഫ്റ്റ് ആയിരിക്കും. വാട്ട് എവർ ഇവന്റ് ആണെങ്കിൽ പോലും അതെന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും മിക്കവാറും ഇതിനകത്ത് ചെയ്യുന്നത്. അയാളുടെ ഐഡന്റിറ്റി റീഡേഴ്സിൻ്റെ അടുത്ത് ഹിഡൻ ആക്കി വെക്കും. എന്നാൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഓതർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ഡിറ്റക്റ്റീവ് ആണ് രണ്ടാമത്തെ എലിമെന്റ്. ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അയാളാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ട് നിന്ന് ഈ കേസ് തെളിയിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു ഇതാണ്. ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു മനുഷ്യനായിരിക്കും. ഒരു ഒരു ഇൻസ്പിറേഷൻ, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. സെക്കൻഡ് ക്യാരക്ടർ ആയിരിക്കും ഡിറ്റക്റ്റീവിന് ഒരു അസിസ്റ്റന്റ് കാണും അല്ലേ. അപ്പോൾ ഡിറ്റക്റ്റീവിന് അസിസ്റ്റന്റ് എന്തായാലും മിക്കവാറും ഉള്ള സ്റ്റോറീസിനകത്തെല്ലാം ഉണ്ട്. ഇപ്പോൾ ഷെർലക് ഹോംസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ഡോക്ടർ വാട്സൺ ആണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. യൂഷ്വലി എന്താണ്, ഓഫ് നോർമൽ ഇന്റലിജൻസ് ടൈപ്പ് ആയിരിക്കും, പക്ഷെ ഒരു ലിറ്റിൽ സ്ലോ ആയിരിക്കും ഈ ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിറ്റക്റ്റീവിന്റെയും അസിസ്റ്റന്റിന്റെയും പിന്നെ കാര്യങ്ങളാണ് ഡിറ്റക്റ്റീവ് സ്റ്റോറിക്കകത്ത് പിന്നെ പറഞ്ഞു പോകുന്നത്. ദെൻ അടുത്തത് എന്തായിരിക്കും, ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു ക്രൈം അല്ലെങ്കിൽ ഇവന്റ് കാണും. സെക്കൻഡ് എലിമെന്റ് എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് ആണ്. തേർഡ് എലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുറേ സീരീസ് ഓഫ് ഒബ്സർവേഷൻസ്, ഇവന്റ്സും പിന്നെ അപ്പാരൻ്റ്ലി അൺകണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കും. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതും ലാക്ക് ഓഫ് സിഗ്നിഫിക്കൻസ് ഇല്ലാത്തതായിട്ടുള്ള കുറേ ഇവന്റ്സ് കാണാം. അത് എന്തിനാ വേണ്ടിയാ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഡേഴ്സിനെ ഒന്ന് ചുറ്റിക്കാൻ വേണ്ടിയുള്ളതാണ്. അതെല്ലാം കണക്ട് ചെയ്ത് ഡിസ്കവർ ചെയ്യുന്നതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, ഡിറ്റക്റ്റീവിൻ്റെ ജോലി. എല്ലാ ക്ലൂസും കൂടെ കണ്ടുപിടിച്ച് ഫൈനൽ സൊല്യൂഷനിലോട്ട് എത്തുന്നു. പിന്നെ അപ്പം ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ അപ്പീൽ ടു ദ റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസിലാണ്. സെവറൽ ഡിഫറെൻറ്റ് തിയറീസും ഉണ്ട് ഈ ഒരു ജോണർ സക്സസ് ആവാനുള്ളത്. അപ്പോൾ ക്രിട്ടിക്സും സൈക്കോളജിസ്റ്റുകളും എല്ലാം പറയുന്ന, അതായത് രണ്ട് സൈക്കോളജിസ്റ്റുകളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിളിനകത്ത്, റൈക്രോഫ്റ്റും പെഡേഴ്സൺ ക്രാഗും. അവർ രണ്ടുപേരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പീപ്പിൾ റീഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ബിക്കോസ് ദേ ആർ അവരുടെ ചൈൽഡ്ഹുഡിലെ ആ ഫീലിങ്സും പിന്നെ അവരുടെ ആ ചൈൽഡ്ഹുഡിലുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇൻഫൻറ്റ് സ്റ്റേജിലുള്ള ക്യൂരിയോസിറ്റി എല്ലാം ശരിക്കും പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് വായിക്കുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണ്. അവരുടെ ഉള്ളിലെ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം പോപ്പുലർ ആവാനുള്ള കാര്യം എന്ന് പറയുന്നത്. ആൻഡ് അപ്പം അതാണ് വേറൊരു ഇതെന്ന് പറയുന്നത്. ദെൻ റീഡർ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റീഡർ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ റീഡേഴ്സ് ഇത് വായിക്കുമ്പോൾ എന്താണ്, ദേ വിൽ ഐഡന്റിഫൈ വിത്ത് ക്രിമിനൽ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ്. ഏതെങ്കിലും ഒരു ഇതായിട്ടായിരിക്കും. മിക്കവാറും ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ മിക്കവാറും ഡിറ്റക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ചിലർ ക്രിമിനലിൻ്റെ സൈഡ് പിടിക്കുന്നത് കാണാം. അപ്പോൾ ഏതാണോ ഐഡിയൽ എന്നുള്ളത് അതിൻ്റെ വെച്ചിട്ടായിരിക്കും റീഡേഴ്സ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അഗാഥ ക്രിസ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പം അവരുടെ എന്താ പറയുക, ദ മേർഡർ ഓഫ് റോജർ എക്രോയിഡ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. അതിനകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഒരു കറക്റ്റ് എക്സാമ്പിളാണ് അവരുടെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഗാഥ ക്രിസ്റ്റിയുടെ നോവൽസിനകത്ത്, ഡിറ്റക്റ്റീവ് നോവൽസിനകത്തെല്ലാം ഒരൊറ്റ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറാണ് ഡിറ്റക്റ്റീവായിട്ട് ഇങ്ങനെ ഹെർക്യൂൾ പോയിറട്ട് എന്ന് പറഞ്ഞ് ആ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം എല്ലാം സോൾവ് ചെയ്യുന്നത്. ഒരു സീരീസ് പോലെ ഇങ്ങനെ അവർ ഇതേ ക്യാരക്ടറിനെ വെച്ച് ഒരുപാട് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഇവർ എഴുതിയിട്ടുണ്ട്. പിന്നെ W.H. Auden എന്നുള്ള റൈറ്റർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് സ്റ്റോറിക്ക് ഒരു മാജിക്കൽ ഫംഗ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്തോ ഒരു ജേണി, ഒരു അഡ്വഞ്ചറസ് ജേണിക്ക് ഇറങ്ങി പുറപ്പെട്ടതുപോലെയാണ് ഡിറ്റക്റ്റീവ് സ്റ്റോറി വായിക്കുമ്പോഴെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭയങ്കര പീസ് ആൻഡ് കാംനെസ് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അത് വായിച്ച് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ. അപ്പോൾ ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായത്തിലാണ് W.H. Auden പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താണ് അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻ കേസ് ഓഫ് മർഡർ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ സൈക്കോളജിക്കൽ തിയറീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു മർഡർ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ മർഡറിനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഈവിൾ ഡീഡ് ഹാപ്പൻ ചെയ്തു, അപ്പോൾ ആരോ സഫർ ചെയ്തു, സോ സാക്രിഫൈസ് എന്തായാലും വേണം. ഈ സാക്രിഫൈസ് ചെയ്യുന്ന ആരായിരിക്കും, ഈ ഡിറ്റക്റ്റീവ് വന്ന് ഇയാളെ സോൾവ് ചെയ്ത് ഇത് എന്താണ് മറ്റേയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആർക്ക് കിട്ടുന്നത്, റീഡേഴ്സിന് കിട്ടുന്നത്. സോ അവിടെ ഒരു ബാലൻസ് ഉണ്ട്, ഗുഡ്, അതായത് എന്തെങ്കിലും ഒരു ഈവിൾ നടന്നു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു ഗുഡ് നടന്നിരിക്കണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ബാലൻസും ഇതിനകത്തുണ്ട്, ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സൈക്കോളജിക്കൽ ആൻസേഴ്സ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ അപ്പീലിന് വേണ്ടി. ആൻഡ് സോഷ്യൽ സൈഡ് ഓഫ് ലൈഫിൽ ഡിറ്റക്റ്റീവ് നോവൽസ് എന്ന് പറയുന്നത്, അതായത് അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഏർലി ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എന്ന് പറയുന്ന ക്രിമിനൽസിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു, അയാളുടെ ആ ഒരു ബുദ്ധിയെയും എക്സ്പെർട്ടീസിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരുന്നു. ലോ ആൻഡ് ഓർഡറിൻ്റെ സൈഡിലോട്ട് അധികം വലിയ രീതിയിലൊരു സപ്പോർട്ട് കാണത്തില്ല. ക്രിമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ആൻറ്റി സോഷ്യൽ ആനിമലാണ് അല്ലേ, ഒരു ഓർഡർ ഓഫ് തിങ്സ്, അതായത് സൊസൈറ്റി ഇങ്ങനെ ഓർഡർ ആയിട്ട് പോകുന്നതിനെതിരെ നിൽക്കുന്ന ആളാണ് ക്രിമിനൽ എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡിനെ എല്ലാം ഡീവാല്യൂ ചെയ്യുന്ന ആളാണ് ക്രിമിനൽ എന്ന് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് ഹീ ഈസ് റിഗാർഡഡ് എസ് സമ്മൺ ഹു ഹാസ് ടു ബി എന്താണ്, ഈ അറസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിയേ പറ്റൂ എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലൊക്കെ ഉണ്ട് അല്ലേ. ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനലിനെ എന്ത് ചെയ്യുക, അപ്രിഹെൻഡ് ചെയ്യുക ആൻഡ് ഇവഞ്ച്വലി എന്താണ്, ഇയാളെ ജസ്റ്റിസിലോട്ട് കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ് അതായിരിക്കും ഡിറ്റക്റ്റീവിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്, അതായത് വില്ലനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഫോഴ്സ് ചെയ്ത് ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഓഫ് കോഴ്സ് ഇൻ റിയാലിറ്റി എന്താണ്, ഡിറ്റക്റ്റീവ്സ് ഡസ് നോട്ട് ഓൾവേസ് ക്യാച്ച് ഹിസ് മാൻ. എപ്പോഴും ഇങ്ങനെ ഹാപ്പൻ ചെയ്യണമെന്നില്ല റിയാലിറ്റിയിൽ. അപ്പോൾ ഫിക്ഷനകത്ത് എപ്പോഴും ഇങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നത് അല്ലേ. അപ്പം ഡിറ്റക്റ്റീവ് ശരിക്കും പറഞ്ഞാൽ മിസ്റ്ററി സോൾവ് ചെയ്തില്ലെങ്കിൽ എന്താണ്, സ്റ്റോറി ഇങ്ങനെ എന്താണ്, അതിന് ഡിറ്റക്റ്റീവ് സ്റ്റോറി ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനും പറ്റത്തില്ല. അതൊരു ക്രൈം അല്ലെങ്കിൽ മിസ്റ്ററി നോവലായിട്ട് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഒരു റീസൺ എന്താണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലക്ച്വൽ, അതായത് വായിക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻ്റലക്ച്വൽ ചലഞ്ചാണ് കൊടുക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെ അനലൈസ് ചെയ്യും ഓരോ കാര്യങ്ങൾ, ഇത് ആരാ ചെയ്തത്, അയാളാണോ ചെയ്തത്, നമ്മളിങ്ങനെ ഓരോ ഇപ്പം നമ്മളിപ്പോൾ ക്രൈം സ്റ്റോറീസൊക്കെ കണ്ടാലും ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കത്തില്ല, ഇനി അവനാണോ കൊലയാളി, അയാളാണോ കൊന്നത്, ഇങ്ങനെ നമ്മളിരുന്ന് ആലോചിക്കത്തില്ലേ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ കോസ് ഓഫ് ദ മിസ്റ്ററി ക്രൈം ആവാം, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റഡ് ക്രൈം ആവാം, വോട്ട് എവർ ദ പ്രോബ്ലം എന്ന് പറയുന്നത് എവിഡൻസോട് കൂടി അതിനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എഡ്ഗർ അലൻ പോ എന്ന് പറഞ്ഞ മറ്റൊരു റൈറ്ററുണ്ട്, അദ്ദേഹവും ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ആളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഗസ്റ്റ് ഡ്യൂപ്പിൻ എന്നാണ്, അദ്ദേഹത്തിൻ്റെ ഡിറ്റക്റ്റീവ് ക്യാരക്ടറിൻ്റെ പേര്. ദെൻ അൺസർട്ടനിറ്റി ആണ് ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലെ മറ്റൊരു ഫാക്ടർ, ഉറപ്പില്ലായ്മ. പ്രൈമറി ഇഷ്യൂ ഒരു ഡൗട്ടാണ്, ഇയാളാണോ ക്രിമിനൽ, നമ്മളെല്ലാവരെയും കൊണ്ട് സംശയിപ്പിക്കും. സസ്പെക്ട്സിനെ റീഡേഴ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ പരേഡ് ചെയ്യുന്നത് പോലെയായിരിക്കും അല്ലേ. അപ്പോൾ ഓതറിൻ്റെ ടാസ്ക്കാണ് ശരിക്കും എന്നാൽ റീഡറിനെ ഇങ്ങനെ ഗസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, ഡാർക്കാക്കി നമ്മളെ ഒരു ഇരുട്ടിൽ നിർത്തുക എന്നുള്ളതാണ് ഓതറിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇൻഫാക്ട് എല്ലാ എവിഡൻസും എല്ലാം നമ്മുടെ മുമ്പിൽ ഇട്ട് തരും, പക്ഷേ നമ്മൾ വേണം എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഓരോന്നിനെയും ഇങ്ങനെ റെക്ടിഫൈ ചെയ്ത് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജാക്ക് ബർസൂൺ എന്ന് പറഞ്ഞ റൈറ്റർ, അദ്ദേഹം ബിലീവ് ചെയ്യുന്ന ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നതാണ് ട്രൂ മീഡിയം ഓഫ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഈവൻ ദോ ദ നോവൽ എന്ന് പറയുന്നുണ്ടല്ലോ, നോവൽ എന്ന് പറയുമ്പോൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 3-4-5 പേജ് മാക്സിമം അല്ലേ. നോവൽ എന്ന് പറയുമ്പോൾ ഒരു 100,000 പേജുകൾ കാണും. അപ്പോൾ അതിനകത്ത് 10 പേജിലെ കണ്ടുപിടിക്കുന്നതാണോ 100 പേജിലെ കണ്ടുപിടിക്കുന്നതാണോ എളുപ്പം. ഷോർട്ട് സ്റ്റോറീസിലൂടെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് പറയുന്നതാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ എന്നാണ് ജാക്ക് ബർസൂൺ പറയുന്നത്. ഓക്കെ, പിന്നെ ക്ലൂസ് ആണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത്. ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ ഡിറ്റക്റ്റീവ്സ് എന്തിൻ്റെ പുറകെയാണ് പോകുന്നത്, ക്ലൂസിൻ്റെ പുറകെയാണ് പോകുന്നത്. അപ്പോൾ ആ ക്ലൂസ് ഭയങ്കര ക്വാളിറ്റി ഉള്ളവയും ഒക്കെ ആയിരിക്കണം. ആൻഡ് ഹൗ ഗുഡ് കെയർ എന്താണ്, ഇപ്പോൾ ഒരാൾ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലൂവിൻ്റെ കാര്യം ഒരു ഓഥർ എഴുതുമ്പോൾ അതും കറക്റ്റായിട്ട് വേണം. ഫസ്റ്റ് പേജിൽ തന്നെ അല്ലെങ്കിൽ ഒരു 10 പേജ് വായിക്കുമ്പോൾ തന്നെ കൊലയാളിയെ നമുക്ക് കണ്ടുപിടിക്കരുത് നമ്മൾ. അതാണ് അതിനകത്ത് ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ ആ ഒരു പവർ ഇരിക്കുന്നത്. ഓക്കെ, എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിന് പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് പ്രശ്നമായി മാറും. അപ്പോൾ ഡിറ്റക്റ്റീവ് എന്ത് ചെയ്യണം, ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിറ്റക്റ്റീവിലൂടെ അല്ലെങ്കിൽ എന്താണ്, ഡിറ്റക്റ്റീവ് ലാസ്റ്റ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്, നമ്മൾ അതിന് മുന്നേ കണ്ടുപിടിച്ചാലും എന്താണ്, അതും എന്താണ് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലൂസ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിമിനലിനെ എന്ത് ചെയ്യുന്നത്, അൺകവർ ചെയ്യുന്നത്. ദെൻ
ഷെർലക് ഹോംസിന്റെ അസിസ്റ്റന്റിന്റെ പേര് മറന്നു പോരുത്, ഡോക്ടർ ജെയിംസ് വാട്സൺ എന്നാണ്. പിന്നെന്താണ്, ഓരോരുത്തരുടെയും ഡിറ്റക്റ്റീവ്സിനെ മറന്നു പോരുത്, അഗാഥ ക്രിസ്റ്റിയുടെയും നമ്മുടെ എഡ്ഗർ അലൻ പോയുടെയൊക്കെ. ഇനി അടുത്തേന്ന് വെച്ചാൽ മെറ്റീരിയൽ ക്ലൂസ് ആണ്. മെറ്റീരിയൽ ക്ലൂസ് വെച്ചിട്ട് ഒരുപാട് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ് ഓതർ തന്നെ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ചില സാധനങ്ങൾ അവിടെ ഇവിടെയും ഡ്രോപ്പ് ചെയ്ത് ചില ലൊക്കേഷൻസിലൊക്കെ ആക്കിയെന്നിരിക്കും, ചിലതിനെയൊക്കെ ഡിസറേഞ്ച് ചെയ്തെന്നിരിക്കും. അത് നമ്മളെ എന്തിനാണ്, നമ്മുടെ ഉള്ളിൽ ഒരു എന്ത് വരുത്താനാണ്, ഒരു സംശയം വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഷെർലക് ഹോംസ് ആണ് പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവ് അല്ലേ. മെറ്റീരിയൽ ക്ലൂ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡിറ്റക്റ്റീവ് ഷെർലക് ഹോംസ് ആണ്. അദ്ദേഹത്തിൻ്റെ എന്തുണ്ട്, ഭയങ്കര ഒബ്സർവേഷൻ പവർ ആണുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞത്. അതായത് ഈ ടൊബാക്കോ വെച്ചിട്ട് അല്ലെങ്കിൽ വുഡ് ലീവ്സ് വെച്ചിട്ട്, നമ്മുടെ ലീവ്സ് വെച്ചിട്ടൊക്കെ ഇദ്ദേഹം പെട്ടെന്ന് സോൾവ് ചെയ്യുന്നുണ്ട് കേസസ് ഒക്കെ. മോഡേൺ ഇറയിൽ എന്താണ്, പെർട്ടിക്കുലർലി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്ന് പറയുമ്പോൾ 1945 ശേഷം എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിലൊക്കെ കുറച്ച് ഫോറൻസിക് സയൻസിൻ്റെയൊക്കെ ഇതും കയറി വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ ഈ മൂവീസൊക്കെ കാണുമ്പോൾ ഫോറൻസിക് എന്നുള്ള മൂവീസ് തന്നെ കാണുമ്പം ഓൾറെഡി ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ടൊവിനോ. അപ്പോൾ അയാളാണ് ശരിക്കും പറഞ്ഞാൽ ഏകദേശം കേസ് തന്നെ ഒരു 90% സോൾവ് ചെയ്യുന്നത് അല്ലേ. അപ്പം അത് കണ്ടില്ലേ. അപ്പം ഇപ്പോഴത്തെ മൂവീസൊക്കെ എടുത്തുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ക്രൈം മൂവീസ് എടുത്തുവാണെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഇത് കടന്നുകയറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഓരോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡിറ്റക്റ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെ മെറ്റീരിയൽസ് ഇവിടെ കടന്ന് കണ്ടു, അവിടെ കടന്ന് കണ്ടു, ഹൈറ്റ്, ഡമ്മി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അത് ഒരു ഇതാണ്. ദെൻ അപ്പോൾ കണ്ടില്ല. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഗ്രേറ്റ് ഡിറ്റക്റ്റീവ്സ് ആണെങ്കിൽ എന്താ, ഓരോ അവരുടേതായിട്ടുള്ള ഇൻ്റലക്ച്വൽ പവർ യൂസ് ചെയ്തിട്ട് ഒക്കെയാണ്. ഇപ്പോൾ എങ്ങനെയാണ്, സയൻറ്റിഫിക് അനാലിസിസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മോഡേൺ ടെക്നോളജിയിൽ ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഫിലിംസ്, ക്രൈം മൂവീസ് തന്നെ ഇറങ്ങുന്നത്. മോഡേൺ ഡിറ്റക്റ്റീവ്സ് എന്താണ്, മെറ്റീരിയൽ ക്ലൂ വെച്ചിട്ടല്ല, ഇമ്മെറ്റീരിയൽ ക്ലൂസ് വെച്ചിട്ടും സയൻസും ടെക്നോളജിയും വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവരുടെ മോട്ടീവ് എന്താണ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇനി ഓൾഡ് സ്കൂൾ ഡിറ്റക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ മെറ്റീരിയൽ, അതായത് ഷെർലക് ഹോംസിനെ പോലെ തന്നെ ഓരോ തുണി പീസും ഉണ്ട്, ക്യാൻഡിൽ സ്റ്റിക്കും ഉണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എവിഡൻസുകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചില ഓൾഡ് സ്കൂൾ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഫാൻസ് അല്ലെങ്കിൽ റൈറ്റേഴ്സൊക്കെ അവരിപ്പോഴും ആ ഒരു മെത്തേഡും ഫോളോ ചെയ്യുന്നുണ്ട്. നോൺ മെറ്റീരിയൽ തിങ്സിൻ്റെ ക്ലൂസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വെറൈറ്റിയാണ് അല്ലേ. അത് ക്വാണ്ടിറ്റീസും ക്വാളിറ്റീസും ഒന്നും ആയിരിക്കത്തില്ല, വേറെ കുറേ രീതിയിലൊക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ ചില സിറ്റുവേഷൻസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടായിരിക്കും. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നോ, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഒറിജിനൽ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഏജ് ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെയും സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ ഇടയിലൊക്കെയുള്ള കുറേ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ഒറിജിനൽ ഡിറ്റക്റ്റീവ്സ് ഓഫ് വിക്ടോറിയൻ ഏജിലുള്ളായിരുന്നെന്ന് വെച്ചാൽ ഷെർലക് ഹോംസ് ഉണ്ട്, നമ്മുടെ എഡ്ഗർ അലൻ പോയുടെ അഗസ്റ്റ് ഡ്യൂപ്പിൻ എന്നുള്ള ക്യാരക്ടർ, ഇതൊക്കെ എന്താണ്, ഡിറ്റക്റ്റീവ്സ് ആണ് കേട്ടോ വിക്ടോറിയൻ ഏജിൽ. 1920s ആയപ്പോഴത്തേക്കും ഡിറ്റക്റ്റീവ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സെൻട്രിക് ആയിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറാൻ തുടങ്ങി. കുറച്ച് റാദർ ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലോൺലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ എന്താണ് ഡിറ്റക്റ്റീവ്സ് ആയിട്ട് വരാൻ തുടങ്ങി. ഓക്കെ, വിത്തൗട്ട് എനി സെൻസ് ഓഫ്, അതായത് ഒരു എന്താ പറയുക, ഭയങ്കര അൺട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്രേസി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പോൾ അത് വാറിൻ്റെ ഗ്രേറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ, വേൾഡ് വാറിൻ്റെ സമയത്താണ് എന്താ പറയുക, ഇങ്ങനെയുള്ള ഡിറ്റക്റ്റീവ്സിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ വരാൻ തുടങ്ങിയത്. അതായത് വേൾഡ് വാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണിക്കാൻ വേണ്ടി. പിന്നെ അപ്പോൾ ഈ സമയത്ത് വേൾഡ് വാറിനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്തുള്ള ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എന്ന് പറയുന്നത് ഈ വാറിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഓക്കെ, അതായത് ഒരു കൈൻഡ് ഓഫ് ഫെയറി ടെയിൽ ലാൻഡിനെയൊക്കെ കാണിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. അതായത് ഇനി ആ ട്രാജഡീസ് ഓഫ് റിയൽ ലൈഫ് ഒന്നും അവരതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് വേറൊരു ലൈഫായിരുന്നു ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനകത്തൊക്കെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള പ്ലോട്ടും ക്യാരക്ടറൈസേഷനും ഒക്കെ ആയിരിക്കും. മാപ്പൊക്കെ കാണും, ചില നോവൽസിൻ്റെ ആദ്യമൊക്കെ മാപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സീൻ ഓഫ് ക്രൈം, ഹൗസിനെ ചുറ്റിപ്പറ്റിയുള്ള ഇതൊക്കെ ആയിരിക്കും എന്താ പറയുക, അവിടെയൊക്കെ ആയിരിക്കും ഈ ക്രൈംസ് ഒക്കെ മിക്കവാറും ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ അതിന് അങ്ങനെ ഒരു എക്സാമ്പിളാണ് ദ കാസ്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്, ഫ്രീമാൻ വിൽസ് ക്രോഫ്റ്റിൻ്റെ. ഓക്കെ, പിന്നെ അഗാഥ ക്രിസ്റ്റി ആണെങ്കിലും ഡൊറോത്തി എൽ സേയേഴ്സ് എന്ന് പറയുന്നതും ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ ഫീമെയിൽ റൈറ്ററാണ് കേട്ടോ. ഡൊറോത്തി എൽ സേയേഴ്സ്, അഗാഥ ക്രിസ്റ്റി ഭയങ്കര ഗ്രേറ്റ് റൈറ്ററാണ്. അതുപോലെ തന്നെ ഡൊറോത്തി എൽ സേയേഴ്സ് എന്ന് പറഞ്ഞൊരു റൈറ്ററും കൂടിയുണ്ട്. സോ അവരൊക്കെ ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൻ്റെ ആളാണ്, അത് മറന്നു പോകരുത്. പിന്നെ
അഗാഥ ക്രിസ്റ്റി നമ്മൾ ക്യൂൻ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്നാണ് പറയുന്നത്. ഭയങ്കര പ്രോളിഫിക് ആയിട്ടുള്ള റൈറ്ററാണ്. ഭയങ്കര ക്യാരക്ടർ അനാലിസിസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടാണ് അവർ ക്യാരക്ടറിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ഫസ്റ്റ് സ്റ്റോറിയുടെ പേര് ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് എന്നായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അവർ ആദ്യമായിട്ട് അവരുടെ തന്നെ ഡിറ്റക്റ്റീവ് ക്യാരക്ടറായിട്ടുള്ള ഹെർക്കുലീസ് പോയറട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അയാളൊരു ബെൽജിയൻ പോലീസ് ഓഫീസറാണ്. അയാളെ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ 1926 അവർ ദ മർഡർ ഓഫ് റോജർ എക്രോയിഡ് എന്ന് പറഞ്ഞൊരു വർക്ക് പബ്ലിഷ് ചെയ്തു. ആ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി വർദ്ധിച്ചത്. ഈ നോവൽ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്ക് ഭയങ്കരമായിട്ട് 2 കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. വളരെ ഇപ്പോഴും ഹോട്ട്ലി ഡിബേറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണ് അതെന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോവലിൻ്റെ അവസാനം, ആ വർക്കിൻ്റെ അവസാനം ഇവർ യൂസ് ചെയ്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നറേറ്ററാണ് ക്രിമിനലായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ പിന്നെ മേർഡർ ഇൻ ദി ഓറിയന്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഇവരുടെ ഒരു വർക്ക് ഉണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഷോക്കാവും. ഇങ്ങനെയാണോ, നമ്മൾ ഒരു ക്രിമിനലിനെ ആയിരിക്കും നമ്മൾ തേടി നടക്കുന്നത്, പിന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് അത് എന്താ പറയുക, ഞാൻ സസ്പെൻസ് കളയുമല്ല, പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ട്രെയിൻ ഫുള്ള് ക്രിമിനൽസ് ആണെന്നുള്ളത്. അപ്പം അത് ഒരു പിന്നെ ഇങ്ങനെയുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ എഴുതുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ക്യൂൻ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മർഡർ ഇൻ ദ ഓറിയന്റ് എക്സ്പ്രസ് പിന്നെന്താണ് അതിനകത്തെന്ന് പറയുന്ന ഒരു ചൈൽഡ് മർഡറിനെ കണ്ടുപിടിക്കുവാണ് അയാൾ. അപ്പോൾ ആ ക്യാരേജ് ഫുള്ള്, ആ ട്രെയിനിന്റെ ക്യാരേജ് ഫുള്ള് സസ്പെക്റ്റ് ആണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് മാസ് മർഡറേഴ്സ് ആണ് അതിനകത്തുള്ളത്. അതായത് ആ ക്യാരേജിനകത്തുള്ളത് അവരുള്ള ആളുകൾ ഫുള്ള് ആളുകൾ എന്താണ്, അവരെല്ലാം ആണ് കുറ്റവാളികളെന്ന് കണ്ടുപിടിച്ചേക്കുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് സ്റ്റോറീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വേരിയസ് ഡിവൈസസ് ഒക്കെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആകുമ്പോൾ നമുക്കറിയാം ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നവർ. പ്രോപ്പർട്ടീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് സ്നോയിലുള്ള ഫുട് പ്രിൻറ്റ്സ്, ഈ വെറ്റ് ഗ്രൗണ്ടിലുള്ള ഫുട് പ്രിൻറ്റ്സ്, പിന്നെന്താണ് ഫോഗ്, മിസ്റ്റ്, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ലൈബ്രറിയിൽ ഡെഡ് ബോഡീസ് കിടക്കുന്നു, ഈ ഭയങ്കര ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള പേപ്പേഴ്സ്, സീക്രട്ട് ആയിട്ടുള്ള പാനൽസ്, ഇതൊക്കെയാണ് ഓഥറിൻ്റെ എപ്പോഴും ക്ലീഷേ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഇനിഷ്യൽഡ് ഐറ്റംസ് കാണാം. അതായത് ഒരു പേനയാണെങ്കിൽ ആ പേനയ്ക്കകത്ത് WH ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, കുറേ ട്രൂ ഓർ ഫോൾസ് ക്ലൂസ് കാണും, യൂസ് ഓഫ് ആനിമൽസ് കാണും, പിന്നെന്താണ് ഈ ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോപ്പർട്ടീസൊക്കെ കാണാം. അതായത് വെപ്പൺ, പേപ്പേഴ്സ്, സേഫ്, ജ്വൽസ്, മാഗ്നിഫൈങ് ലെൻസ്, ഡെസ്ക്, അതിനകത്ത് ബ്ലോട്ടർ, പിന്നെന്താണ് വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ ഓരോ പ്രൂഫ് കിടക്കുന്നു, ഗുളികയുടെ കവർ കിടക്കുന്നു, അത് ടാക്സി ഡ്രൈവർ, പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന റൂം, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് ക്ലീഷേഡ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ലോക്ക്ഡ് റൂം മിസ്റ്ററി, ഒരു ലോക്ക്ഡ് റൂമിനകത്ത് കുറേ കാര്യങ്ങൾ, ക്രൈംസ് നടക്കുന്നു, അതൊക്കെയാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷനിലെ പോപ്പുലർ തീമായിട്ട് വരുന്നത്. അപ്പം പിന്നെ ജോൺ ഡിക്സൺ കാർ എന്ന് പറഞ്ഞൊരു ഡിറ്റക്റ്റീവ് റൈറ്റർ ഉണ്ട്. അയാൾ ഈ ഒരു ജാണറിലെ ഒരു മാസ്റ്റർ തന്നെയാണെന്ന് നമുക്ക് പറയാം. അതിനകത്ത് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സും പസിൽസും ഒക്കെയാണ് ഇദ്ദേഹം ചേർക്കുന്നത്. ദ ഹോളോ മാൻ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഈ ഒരു മൂവി. പിന്നെ US-ലാണെങ്കിൽ എലറി ക്വീൻ എന്ന് പറഞ്ഞൊരു 2 കസിൻസ്, ഫെഡറിക് ഡാനിയും മാൻഫ്രഡ് ലീയും, ഇവർ രണ്ടുകൂടി ഈ സുഡോണിം യൂസ് ചെയ്ത് എലറി ക്വീൻ എന്നാണ് ആ ഒരു പേരിലാണ് ഇവർ എഴുതുന്നത്. അവരും ഇതുപോലെ പ്ലോട്ട്സും ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഇവരും ക്രിയേറ്റ് ചെയ്യുന്നത്. എലറി ക്വീൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട് അതിനകത്ത്. ബോത്ത് റൈറ്റർ ഇന്റലക്ച്വലുമാണ്, ഡ്രാമയും ഹ്യൂമറും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആന്തോളജീസ് ഇവർ രണ്ടുപേരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കസിൻസിന്റെ യഥാർത്ഥത്തിലുള്ള കസിൻസിന്റെ പെൻനെയിമാണ് എലറി ക്വീൻ എന്ന് പറഞ്ഞത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള. പിന്നെ മാർഗറി അലിംഗം എന്ന് പറഞ്ഞ ആൽബർട്ട് ക്യാമ്പിയൻ സ്റ്റോറീസ് അവരുടെ, അത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഒരു ഷിഫ്റ്റിനെയാണ് കാണിക്കുന്നത്. ലേറ്റ് 1930s World War II സമയത്ത് റിയലിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ എവരിഡേ ലൈഫൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ തുടങ്ങി. മീൻവൈൽ അമേരിക്കൻ ഓതേഴ്സ് ആയിട്ടുള്ള ഹാമറ്റും റെയ്മണ്ട് ചാൻഡലറും ടഫ് റിയലിസ്റ്റിക് ഡിറ്റക്റ്റീവ്സിനെ ക്രിയേറ്റ് ചെയ്തു. അതായത് അവരുടെ ദ മാൽത്തീസ് ഫാൽക്കൺ എന്നുള്ള വർക്കിനകത്ത് സാം സ്പെയ്ഡ്, ഫിലിപ്പ് മാർലോ എന്നുള്ളൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു ദ ബിഗ് സ്ലീപ്പ് എന്നുള്ളതിനകത്തൊക്കെ. അത് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ക്രൈമൊക്കെ ആയിരുന്നു ഇതിനകത്ത് കാണിച്ചിരുന്നത്. ഇതൊക്കെ ഒരു പുതിയ സ്റ്റൈലിലൊക്കെയാണ് ഇത് എഴുതിയിരുന്നത്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഡൗൺ ടു എർത്ത് നറേറ്റീവ്സ് ആയിരുന്നു ഇതെല്ലാം. ദെൻ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഓൾമോസ്റ്റ് എല്ലാം വയലൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ല, അതിൻ്റെ ആ ജോണർ തന്നെ വയലൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ക്രൈം ആയിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇൻ ദീസ് ഡേയ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ, അതായത് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണ് ടെക്നോളജി അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര പോപ്പുലറൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ അമച്വർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ്സിനെ ഒന്നും കൊണ്ടുവരുന്നില്ല. അതായത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, പിന്നെന്താണ് ഭയങ്കര പോലീസ് കേസാണെന്ന് ഭയങ്കര വലിയ ഒഫീഷ്യൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരത്തുള്ളൂ അല്ലേ. പിന്നെ ദെൻ അനദർ തിങ് എന്ന് പറയുന്നത് എന്താണ്,
ഞാൻ പറഞ്ഞ ജോൺ ഡിക്സൺ കാറിൻ്റെയൊക്കെ ഇത് നോക്കിക്കൊള്ളണം. പിന്നെ ഹ്യൂമർ ഡിറ്റക്റ്റീവ് ഫിക്ഷനകത്ത് കുറഞ്ഞ് ചില എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമറിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ നൈവ്സ് ഔട്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ അല്ലാതെ ഒരു സ്റ്റോറി പോലെ ഇതിനകത്ത് നമ്മുടെ ഫിലിംസിനകത്തൊക്കെ ഒരു ഹോളിവുഡ് ഫിലിമുണ്ട്, നൈവ്സ് ഔട്ട് പാർട്ട് 1, നൈവ്സ് ഔട്ട് പാർട്ട് 2. അതിനകത്തും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കാണാവുന്നേ ഉള്ളൂ. കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള എപ്പിസോഡ്സൊക്കെ അതിനകത്തും ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത എന്താണ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ചില നോവൽസിനകത്തൊക്കെ ഭയങ്കര ജെന്റിൽമാൻ ഡിറ്റക്റ്റീവിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ ഉണ്ട്. അത് മാർഷ് എന്ന് പറഞ്ഞ ഒരാളുടെ റൈറ്ററിനകത്ത് അയാൾ ജെന്റിൽമാൻ കൈൻഡ് ഡിറ്റക്റ്റീവ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ് മെത്തേഡ്സ് വെച്ചിട്ടൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്ന ഡിറ്റക്റ്റീവ്സ് ഉണ്ട് അല്ലേ. പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെന്താണ് അതുപോലെ തന്നെ വേറെ ഒരുപാട് ഡിറ്റക്റ്റീവ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡിറ്റക്റ്റീവ് സ്റ്റോറി ടുഡേ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിറ്റക്റ്റീവ്സ് ആണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് കോമൺ തീംസ് ഉള്ളതൊക്കെ ഉണ്ട്, അല്ലാതെ ഹ്യൂമറസ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള സ്റ്റോറീസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം പോലീസ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഉണ്ട്. പിന്നെന്താണ് സീരീസ് ഓഫ് നോവൽസ് ഉണ്ട്, ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ടൗണിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രൈം ഇൻവോൾവിങ് അതായത് ക്രൈം സോൾവിങ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അപ്പം പിന്നെ ഇതുപോലെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന കുറേ കഥകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജേണർ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരുപാട് ആസ്പെക്റ്റ് ആണുള്ളത്. അതിൻ്റെ പോപ്പുലാരിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട്, വെയർ, വെൻ, വൈ, ഹൂ ആൻഡ് ഹൗ, ഇതിൻ്റെ ഉള്ള ആൻസറാണ് നമ്മൾ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനകത്ത് നമ്മൾ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം മിസ്റ്റീരിയസ് ആയിട്ടുള്ള എലമെന്റ്സ് പിന്നെ അല്ലെങ്കിൽ റീഡേഴ്സിനെ മുൾമുനയിൽ നിർത്താൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സ്റ്റോറീസിനെയാണ് ശരിക്കും പറഞ്ഞാൽ റീഡേഴ്സിനെ പിടിച്ച് നിർത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പം എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. കുറച്ച് ഡിറ്റക്റ്റീവ് റൈറ്റേഴ്സും അതിനകത്ത് വരുന്ന ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് എക്സാമ്പിൾസ് ചെയ്ത് ഒന്ന് പഠിച്ചു വെക്കുക.